ഈ മുനമ്പം പ്രശ്നം ഇതുകൊണ്ട് തീരൂല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. മുനമ്പം പ്രശ്നം തീരണം എന്ന് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിൽ യോജിച്ച ഒരു നിലപാട് വന്നാൽ മതി. Any property which is under dispute or under legal proceedings, means which is sub judice, cannot be settled as work property. It will be, if it is under legal proceedings, then it will be decided by the court. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നവരെ ഞങ്ങളുടെ സമരം ഞങ്ങൾ നിർത്തുന്നില്ല. ഇപ്പോൾ 155 ദിവസങ്ങളായി, 6 മാസങ്ങളായി. ഇത് ആരോടാണ് ചോദിക്കുന്നത്? ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം ഭൂമി വെച്ചിരുന്ന ഒരാൾക്ക് അത് ഇല്ലാതാകുന്ന ഒരവസ്ഥ, അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും ഇത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ് കാണുന്നത്. പലരും വന്ന് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോകും, പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. 610 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണിത്. മുനമ്പത്തു കേരള രാഷ്ട്രീയം സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ ഷിജു ഖാൻ CPM-ൽ നിന്ന്, ശ്രീ KP നൌഷാദ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ ശങ്കുട്ടിദാസ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP-യിൽ നിന്ന്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്ന്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇപ്പോൾ വഖഫ് നിയമമായതിന് പിന്നാലെ വിവിധ ദിവസങ്ങളിൽ വിവിധ തലങ്ങളിൽ നമ്മളെല്ലാവരും ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്. മന്ത്രി അന്ന് ആ ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തിയത് മുനമ്പം വിഷയം, അതിൽ നിയമ ഭേദഗതി വന്നതോടുകൂടി ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെ മുനമ്പം വിഷയത്തിൽ ഒരു നീതി കിട്ടിയിരിക്കുന്നു നിയമ ഭേദഗതിയോടുകൂടി. പക്ഷേ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ആവശ്യമാണ് എന്നുള്ളതാണ് അന്ന് BJP-യുടെ ഒക്കെ ഒരു അഭിപ്രായം. പക്ഷെ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവിടെ നിയമത്തിലൂടെ മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മുനമ്പം വിഷയത്തിൽ BJP-യുടെ ഒരു നിലപാട് മാറ്റം പ്രകടമാണോ? ആദ്യത്തെ കാര്യം, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളരെ ബോധപൂർവം വളച്ചൊടുക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയുമാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രസമ്മേളനത്തിലെ ഒരു ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറഞ്ഞിട്ടുള്ള ഉത്തരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മുനമ്പത്ത് അദ്ദേഹം ചെന്ന് മുനമ്പത്തെ ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിൽ അദ്ദേഹം എന്താണ് മുനമ്പം പ്രശ്നത്തിനുള്ള പരിഹാരം, എന്താണ് ആ കാര്യത്തിൽ ഭാവിയിൽ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചയുടെ ഭാഗമാവാത്തത്? വ്യക്തമായി പറയുന്നു, വന്നു കഴിഞ്ഞു, ഇതോടുകൂടി മുനമ്പം പ്രശ്നം. ഞാൻ പറയാം, നിങ്ങൾ എന്നെ ഇടപെടാതെ എൻ്റെ ആദ്യ ഊഴത്തിൽ എനിക്ക് പറയാനുള്ള സമയം നിങ്ങൾ തരണം. അതായത് മന്ത്രി പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞു, വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, ഇതോടുകൂടി മുനമ്പത്തിലെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. ഇനി ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിലെ തന്നെ സെക്ഷൻ 108B പ്രകാരം ഞങ്ങൾ ചട്ടങ്ങൾ രൂപീകരിക്കും. ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ നിർദ്ദേശം നൽകും. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴും മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെന്ന് പറഞ്ഞു എന്നൊരു തെറ്റിദ്ധാരണ ബോധപൂർവ്വം പ്രചരിപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് രാഷ്ട്രീയക്കാരെയോ മാധ്യമങ്ങളെയോ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആയിരിക്കും. മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചു, മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചില്ല, ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭാഗത്തിന് ആധിപത്യം കിട്ടുകയും ഒരു ഭാഗത്തിന് ദൗർബല്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് 600ഓളം കുടുംബങ്ങളാണ്. 2400 ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രോൾ ന്യൂസ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇവരുടെ നെഞ്ചെടുപ്പ് കൂടുകയും ഇവരുടെ ദീർഘനിശ്വാസം വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുനമ്പ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയുമ്പോൾ ആശ്വസിച്ചിട്ടുള്ള ആളുകൾ, 6 മാസമായിട്ട് അവിടെ നിരാഹാര സമരം കിടക്കുന്ന ആളുകൾ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ഭൂമിയിൽ നികുതി അടയ്ക്കാനുള്ള ന്യായമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ 6 മാസമായി സമരം ചെയ്യുന്ന ആളുകൾക്ക് അവസാനം കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസമാണ് ഈ വഖഫ് ഭേദഗതി നിയമം. അവർ ആശ്വാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പറയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞു. എന്താണ് മന്ത്രിയുടെ പത്രസമ്മേളനത്തിലുണ്ടായത്? ഞാൻ വളരെ കൃത്യമായി പറയാം, അത് വിശദീകരിക്കാനുള്ള സമയം എനിക്ക് തരണം. കാരണം ഇത് ഒരുപാട് മനുഷ്യന്മാരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അവരിതിന് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട്. അവരുടെ ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം BJP-യുടെ പ്രതിനിധികൾ നിലയ്ക്ക് എനിക്കുണ്ട്. മന്ത്രി ഈ
നിയമവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ നിയമത്തിൻ്റെ പശ്ചാത്തലം, ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ച ചോദ്യം, മുനമ്പം പ്രശ്നം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ ഉള്ളത്, ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാലും അത് കോടതിയുടെ പരിഗണനയിൽ നിന്ന് മാറുന്നില്ലല്ലോ, കോടതി തന്നെയല്ലേ ഇക്കാര്യത്തിൽ അന്തിമ വിധി പറയേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് മന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുള്ള ഉത്തരം, പാർലമെന്റിനൊരു നിയമം പാസ്സാക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളിലെ കോടതിയുടെ അധികാരപരിധി എടുത്ത് കളയാൻ സാധിക്കില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ സബ് ജുഡിസ് ആയിട്ട് തുടരും. പക്ഷെ ആ കാര്യങ്ങൾ വ്യവഹരിക്കാനുള്ള നിയമത്തെയാണ് പാർലമെന്റ് പുതുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മാധ്യമപ്രവർത്തകനെ തന്നെ കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ കോടതിയുടെ പരിഗണനയിൽ തന്നെ ഈ വിഷയം ഇനിയും തുടരും, പിന്നെ നിങ്ങൾ നിയമം കൊണ്ടുവന്നിട്ട് എന്ത് മാറ്റാണ് ഉണ്ടായതെന്ന്. അതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണ്. മുനമ്പത്തിലെ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല, ഇനി കോടതി തന്നെ ഈ കാര്യത്തിൽ അന്തിമ തീർപ്പ് പറയേണ്ടി വരും. ഉടനെ തന്നെ സമരസമിതി നേതാക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മന്ത്രി പറഞ്ഞല്ലോ വഖഫ് നിയമം ഭേദഗതി വന്നാലും മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അവർ ആശങ്കപ്പെടുകയാണ്, എന്താണ് മന്ത്രി പറഞ്ഞത്? മന്ത്രി പറഞ്ഞത് കോടതികളുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റ് സാധിക്കില്ല. പക്ഷെ പാർലമെന്റ് എന്താണ് ചെയ്യുന്നത്? കോടതി ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള നിയമത്തെയാണ് പാർലമെന്റ് പരിഷ്കരിച്ചിട്ടുള്ളത്. മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ്? വഖഫ് ട്രൈബ്യൂണലുകൾക്ക് അന്തിമമായിട്ടുള്ള അധികാരമുള്ള, വഖഫ് ബോർഡുകൾക്ക് അന്യായവും അനിയന്ത്രിതവും അന്തിമവുമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്ന വ്യവസ്ഥയുള്ളത്. അവിടെ ഈ ഇരയായിട്ടുള്ള ആൾക്ക് യാതൊരു പ്രൊവിഷൻസും ഉണ്ടായിരുന്നില്ല. കോടതിക്ക് മുന്നിൽ നടന്നിരുന്ന ഈ നിയമത്തിന്റെ കളിയിൽ വഖഫ് ബോർഡും ഈ മുനമ്പത്തെ ജനങ്ങളും തമ്മിൽ കളിച്ചാൽ വഖഫ് ബോർഡ് പുറത്തേക്ക് അടിച്ചാലും ഗോളാവും, മുനമ്പത്തെ ജനങ്ങൾ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചാലും അവർക്ക് ഗോൾ കിട്ടില്ല. അങ്ങനെയായിരുന്നു നിയമം. പാർലമെന്റ് എന്ത് ചെയ്തു? പാർലമെന്റ് നിയമം മാറ്റി. ഇപ്പൊ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതിപൂർവകമായിട്ടുള്ള അവരുടെ ആവശ്യം നടത്തിയെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള സാഹചര്യം ഉണ്ട്. കളി നിരോധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, നിയമങ്ങളെ മാറ്റി എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോഴും കോടതിയുടെ പരിഗണനയിൽ തന്നെയല്ലേ? പിന്നെ പാർലമെന്റ് എന്താ ചെയ്തു വെച്ചാൽ പാർലമെന്റ് ഗ്രൗണ്ട് റൂൾസ് സെറ്റ് ചെയ്യാണ് ചെയ്തത്. ന്യായമായിട്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഒരു ഉപചോദ്യം ചോദിച്ച ശേഷം മറ്റൊരു പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങ് ആ ഭാഗം ക്ലിയർ ആക്കി എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ താല്പര്യവും മാധ്യമപ്രവർത്തകരുടെ താല്പര്യവും കേവലം വാർത്തയും വിവാദങ്ങളും ഒക്കെയാണ് എങ്കിൽ ബി.ജെ.പിയുടെ താല്പര്യം എന്താണ്? ബി.ജെ.പി എന്താ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിധിയിൽ വരുന്ന ഒന്നല്ലേ? പിന്നെ അങ്ങ് പറയുന്നു ബി.ജെ.പിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആശങ്ക പരിഹരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന്. അതായത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമായ ബാധ്യതയുമാണോ? എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ആശങ്ക പരിഹരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന സമയത്ത് മുനമ്പം അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ച് അവർ നിങ്ങളെ വിശ്വസിച്ചിരിക്കില്ലേ? ഞങ്ങളുടെ മാത്രമാണ് ഈ പ്രശ്നം എന്ന് തോന്നാനുള്ള കാരണം ഈ പ്രശ്നത്തിന്റെ ചരിത്രമാണ്. ഇത്രയും കാലത്ത് ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഇടപെടലാണ്. 1995 വഖഫ് നിയമത്തോടു കൂടി വന്നതാണ് ഈ പ്രശ്നം. ഈ പ്രശ്നം 2007 നിസാർ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി വന്നതാണ്. 2016 ഹൈക്കോടതി വിധിയോടുകൂടി വന്നതാണ്. 2019 വഖഫ് ബോർഡ് അതിന്റെ ആസ്തി രജിസ്റ്ററിൽ മുനമ്പത്തെ ഭൂമി കൂടി ഉൾപ്പെടുത്തിയപ്പോൾ വന്നതാണ്. ആരാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ആകെ സംസാരിച്ചിട്ടുള്ളത്? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വഖഫ് നിയമത്തിലാണ് പ്രശ്നം ഇരിക്കുന്നത്. അതൊരു അന്യായമായിട്ടുള്ള നിയമമാണ്. രാജ്യത്തെ ഏത് ഭൂമിയും വഖഫ് ബോർഡിന് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു നിയമമാണ്. ആ നിയമം പരിഹരിച്ചാലേ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കോൺഗ്രസ് നിങ്ങൾ മാത്രം പ്രവർത്തിച്ച രീതി വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ പരിഗണിക്കുന്നു. ശരി, ഇവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ആ നിയമം കൊണ്ടുവന്നത്. ശരി, ക്ലിയർ ആണ്. ശരി, എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ആ നിയമം കൊണ്ടുവന്നത്. ശരി, ഡോക്ടർ ഷിജു ഖാൻ, അങ്ങനെ മുനമ്പം പ്രശ്നത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബി.ജെ.പി മാത്രമാണ് അവരുടെ ആശങ്ക പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ മന്ത്രി അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് നിയമപരമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിയമപരമായ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിയമപരമായ പ്രശ്നം പരിഹരിക്കാനുള്ള നിയമം ഉണ്ടാക്കുകയാണ് ബി.ജെ.പി ചെയ്തത് എങ്കിൽ, ഇപ്പോൾ കുറച്ചു മുമ്പ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ പ്രതികരണം നമ്മൾ കണ്ടു, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിയമം ഉണ്ടാക്കുകയാണ്, നിയമപ്രശ്നം പരിഹരിക്കാനുള്ള പുതിയ നിയമം ഭേദഗതിയിലൂടെ ഉണ്ടാക്കുകയാണ് ബി.ജെ.പി ചെയ്തതെങ്കിൽ അവിടെ നയമാറ്റം ആരോപിക്കേണ്ടതില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസാക്കിയത് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന ബി.ജെ.പി നേതാക്കന്മാരുടെ മുഴുവൻ അഭിപ്രായങ്ങളും ഇന്ന് കിരൺ റിജിജുവിൻ്റെ പ്രതികരണത്തോടുകൂടി അതിൻ്റെ അർത്ഥരാഹിത്യം പുറത്തു വന്നിരിക്കുകയാണ്. കിരൺ റിജിജു മലക്കം മറിഞ്ഞിരിക്കുക. ബി.ജെ.പി നടത്തിയ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. മുനമ്പം വിഷയത്തെ
മതവൈര്യമുയർത്താവുന്ന വിഷയമാക്കി മാറ്റി അതിൽ ഇടപെട്ടുകൊണ്ട് BJPയുടെ രാഷ്ട്രീയ നാടകം ആകെ പ്രചരിപ്പിക്കാം എന്നാണ് അവർ കരുതിയത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ട് ഈ മുനമ്പം വിഷയം വൈകാരികമായി കത്തിക്കാം എന്നാണ് BJP കഴിഞ്ഞ കുറച്ച് ദിവസമായി കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ ഉയർന്ന ഘട്ടത്തിലും BJP കേരളത്തിൽ പ്രചരിപ്പിച്ചത് മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നു എന്നാണ്. എന്നാൽ കിരൺ റിജുവിൻ്റെ പ്രതികരണത്തോടെ പുറത്തു വന്നിരിക്കുന്നത് ഈ നിയമം കൊണ്ട് മുനമ്പം പ്രശ്നത്തിന് യാതൊരു പരിഹാരവും സാധ്യമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്ന് മാത്രമല്ല, ഇനിയും നിയമ പോരാട്ടം മുനമ്പത്തെ ജനങ്ങൾ നടത്തിയാലേ അവർക്ക് നീതി ലഭിക്കൂ എന്നും ഖണ്ഡിതമായി കിരൺ റിജു പറയുകയുണ്ടായി. ഇപ്പോൾ ശങ്കുറ്റി ദാസ് പറയുന്നത് ഈ നിയമം ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ പുറത്തു വരും, ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കും, അങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ്. ഇത്രയും ദിവസം ശങ്കുറ്റിദാസും BJPയും ഇതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിയമം വരുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നങ്ങൾ തീരുന്നുവെന്നാണ്. വഖഫ് നിയമത്തിനെതിരായി രാജ്യത്ത് വികാരം ഉയർന്നു വന്നപ്പോൾ പിന്നീട് ഇതെല്ലാം മനസ്സിലാക്കിയ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ചും പുരോഹിതരടക്കമുള്ളവർ ഈ വഖഫ് ബില്ലിനകത്തൊളിഞ്ഞിരിക്കുന്ന അജണ്ടകൾ കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് മുസ്ലിം ജനവിഭാഗത്തിനെതിരായി ഉയരുന്ന ഇപ്രകാരമുള്ള BJP ഗവൺമെന്റിന്റെ പ്രഹരം നാളെ ക്രിസ്ത്യൻ ജനവിഭാഗത്തിനെതിരായും ഉയരും എന്ന് സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ മനസ്സിലാക്കി. അപ്പോൾ കിരൺ റിജു എന്തിനാണ് പിന്നെ ഈ രണ്ട് സഭകളിലും ബില്ല് അവതരിപ്പിക്കുന്ന വേളയിലെല്ലാം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞത്? എന്തിനാണ് BJP നേതാക്കന്മാർ മുനമ്പൻ ജനതയെ യഥാർത്ഥത്തിൽ പറ്റിക്കുന്നത് ആരാണ്, കബളിപ്പിക്കുന്നത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇടതുപക്ഷത്തിന്റെ നിലപാട് മുനമ്പത്തെ ഒരു മനുഷ്യനെയും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടിയിറക്കില്ല എന്ന നിലപാടാണ് ഞങ്ങളും ഞങ്ങളുടെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരു കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷനെതിരായിട്ട് സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലേക്ക് പോയവർ പിന്നീട് ഇടതുപക്ഷം ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ പോയി കമ്മീഷന്റെ പ്രവർത്തനത്തിന് അനുമതിയും വാങ്ങുകയുണ്ടായി. എന്ന് മാത്രമല്ല, വസ്തുവിന്മേലുള്ള കൈവശാവകാശത്തിന് മേൽ നികുതി അടയ്ക്കാനുള്ള അവകാശം ഉൾപ്പെടെ മുനമ്പത്തെ ജനങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളാണ് ഉറപ്പുവരുത്തിയത്. ഹൈക്കോടതിയുടെ മുന്നിൽ അവിടുത്തെ ഭൂമിയെ സംബന്ധിച്ച് വഖഫ് വസ്തു അതിന്റെ ആസ്തി വിവര പട്ടികയിൽ ഉൾപ്പെടെ പെട്ടു എന്നതുകൊണ്ട് തന്നെ നിയമപ്രശ്നം നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ മുന്നിൽ ആ നിയമപ്രശ്നം നിലനിൽക്കുമ്പോൾ ഒരു വിധേനയും മുനമ്പത്തെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഇത് ശാശ്വതമായി ഇതിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസിൽ BJPക്കോ നരേന്ദ്രമോദിക്കോ രാജ്യം ഭരിക്കുന്നവർക്കോ കോടതിയുടെ നിലപാടുകളെയും കോടതിയുടെ പരിഗണനാ വിഷയങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അഭിപ്രായം പറയാൻ അവർക്ക് സാധിക്കുക? ഞങ്ങൾ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു. അതോടൊപ്പം വഖഫ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ വ്യക്തമാക്കി, കൃത്യമായും കേരളത്തിലെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും വഖഫ് വകുപ്പ് മന്ത്രിയും അടക്കം വ്യക്തമാക്കി, മുനമ്പത്തെ പ്രശ്നങ്ങളിൽ അവിടെ ജീവിക്കുന്ന കുടിയിറക്കപ്പെടുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്നവരോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ വഖഫ് ബില്ല് കൊണ്ട്, വഖഫ് നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വകുപ്പെങ്കിലും, ഒരു ക്ലോസ് എങ്കിലും കിരൺ റിജുവിനും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല, BJP നേതാക്കൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ നിയമത്തിന് മുൻകാല പ്രാബല്യവുമില്ല. അപ്പൊ മുൻകാല പ്രാബല്യമില്ലാതെ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഒരു വകുപ്പുമില്ലാതെ ഒരു ക്ലോസും ഇല്ലാതെ ആരെയാണ് BJP വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് തിരിച്ചറിയും, അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. ഇതൊക്കെ ഭയന്നുകൊണ്ടാണ് മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമാക്കി, വംശീയ സംഘർഷമാക്കി മുനമ്പത്തെ പ്രശ്നത്തെ മാറ്റാൻ BJP ശ്രമിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന്റെ മതവൈര്യത്തിന്റെ അടിസ്ഥാനത്തിലോ മതപരമായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇതിനെ കാണേണ്ടതില്ല. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും.
ഏത് നീതിപീഠത്തിൽ ചെന്ന് വേണമെങ്കിലും ഞങ്ങൾ ശക്തമായ നിലപാട് അവിടെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ വേട്ടയാടാൻ ഈ വിഷയത്തെ ബിജെപിയും ആർഎസ്എസും ഞങ്ങൾ അവരോട് നിന്നിട്ടുള്ളത് കൊണ്ടാണ് എന്ന് ബിജെപിയുടെ പ്രതിനിധി പറയുമ്പോൾ ഏത് നിയമപീഠത്തിന്റെ ഏത് വഴിയിൽ പോയിട്ടാണെങ്കിലും അവരെ കുടിയിറക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് സർക്കാരിൻ്റെതാണ് എന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ ഷിജു ഖാനും. ഞാൻ രണ്ടുപേരിലേക്ക് വരാം. അടുത്ത ഷിബു മീരാൻ, മുസ്ലിം ലീഗ് ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ പോവുകയാണ് വഖഫ് നിയമത്തിന് എതിരെ. കേരളത്തിൽ ഇപ്പോൾ അതിനു മുൻപൊരു റാലി നടന്നു, അതുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല, അതിനെ ലീഗ് തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ പ്രകടമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ തുടങ്ങുകയാണ് മുസ്ലിം ലീഗ്. അതിനിടയിലാണ് ഇന്നത്തെ ഈ ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടാകുന്നത്. കേന്ദ്രമന്ത്രിമാർ അവിടേക്ക് വരുന്നു, അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നു, ഇതൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു, മന്ത്രി തന്നെ വന്നു പറയുന്നു അവിടെ നിയമപരമായി അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. ഇത് എളുപ്പമാണ്, 1 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ്, ഇത് വളരെ സിമ്പിളാണ് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമായി നടപ്പിലാകുന്നതല്ല എന്ന് വ്യക്തമാക്കപ്പെടുക കൂടിയാണ് നമ്മുടെ മുന്നിൽ. നിങ്ങളിപ്പോൾ നാളെ പ്രതിഷേധത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാധു, നാളെ കോഴിക്കോട് കടപ്പുറത്ത് നടക്കാനിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ വഖഫ് റാലി ഞങ്ങൾ ആദ്യമേ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വഖഫ് നിയമ ഭേദഗതിയെ മുനമ്പവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് കേരളത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കാൻ ശ്രമം നടക്കുമ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വഖഫ് നിയമ ഭേദഗതി ഒരു നിലക്കും മുനമ്പത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ BJP കൊണ്ടുവരുന്നതല്ല. അതിൻ്റെ പിറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്, അവരുടെ വലിയ ഒരു രാഷ്ട്രീയ പദ്ധതിയുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഇത് വരുമ്പോൾ ഇതിന് മുൻപ് ഇപ്പം ഇന്നലെ ഇന്ത്യയുടെ ഞാനിത് പെട്ടെന്ന് മനസ്സിലായി, ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ കുറേ ഭൂമി കൊള്ള നടത്തുന്ന വഖഫ് എന്നതിനെ വഖഫ് എന്ന് വെച്ചാൽ ലാൻഡ് ഗ്രാബിംഗ് ആണ് എന്ന് പറയുന്ന, വഖഫിനെ ജിഹാദ് എന്ന വാക്കിനോട് ചേർത്ത് വെക്കുന്ന ഈ രാജ്യത്ത് കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെ കാലമായി BJP നടപ്പാക്കുന്ന അത്യന്തം മുസ്ലിം വിരുദ്ധമായ അജണ്ടകളിൽ ഏറ്റവും അവസാനത്തേതാണിത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വഖഫ് ബില്ലിനെ ഞങ്ങൾക്ക് എതിർത്തേ മതിയാവും, ഞങ്ങൾ ആ പോരാട്ടം തുടരും. അപ്പോൾ ഇവർ വെക്കുന്നൊരു ചെക്കാണിത് മുനമ്പ്. നിങ്ങൾ യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്നത് മുനമ്പത്തുകാരെ പ്രയാസപ്പെടുത്താനല്ലേ? ഈ ബില്ല് പാസ്സായതോടെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ലേ എന്ന് പറഞ്ഞ് ഇന്നലെ പ്രധാനമന്ത്രി ഇവിടുത്തെ ദളിത് സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വഖഫ് എന്ന ഒരൊറ്റ വാക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്രൈസ്തവ മുസ്ലിം സാഹോദര്യത്തെ തകർക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന നടന്നിരുന്നു. അപ്പം മാധു, ഏറ്റവും ഒടുവിൽ ബില്ല് പാസ്സായ അന്ന് ഇതേ ചാനലിൽ ഞാൻ ചർച്ചയിൽ ഞാനത് ചോദിക്കാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അന്ന് BJP പ്രതിനിധിയോട് അങ്ങാണ് പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ ഈ പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതോടെ ആ നിയമം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു, എല്ലാ ആവശ്യങ്ങളും സാധൂകരിക്കപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം കടന്നുപോയി. അത് തന്നെയാണ് മുനമ്പത്തും കാത്തിരിക്കുന്നത് എന്ന് അന്ന് ജിജി ജോസഫാണ് BJPയുടെ പ്രതിനിധിയായി പങ്കെടുത്തത് എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ചിരിയോടുകൂടി പറഞ്ഞത് അത് CPM-ഉം കോൺഗ്രസും മറ്റുള്ളവരും, അപ്പൊ അങ്ങ് ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് അങ്ങയുടെ പാർട്ടിയെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടാകണം, നിങ്ങൾക്ക് അവിടുത്തെ പ്രശ്നം തീർന്നില്ല എന്ന് പറയുന്ന താല്പര്യമാണ് അവിടെ പ്രതിഫലിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഞാൻ അതിലേക്ക് വരികയാണ് മാധു. അന്ന് ആദ്യത്തെ ചോദ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ചർച്ച ആരംഭിച്ച് മാതൃഭൂമി ന്യൂസിന് വേണ്ടി ആദ്യം ഉന്നയിക്കപ്പെട്ട ചോദ്യം മുനമ്പത്തുകാരുടെ വിഷയം എന്ന് പരിഹരിക്കപ്പെടും എന്നായിരുന്നു. അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതി പറഞ്ഞ മറുപടി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അവരധികം വൈകാതെ അടുത്ത പ്രവൃത്തി ദിവസം നോക്കി റവന്യൂ വകുപ്പിൽ പോയിട്ട് അപേക്ഷ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ എന്നാണ്. ഞാനന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ഈ സംസ്ഥാനത്ത് ഇവിടെ സമാധാനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുനമ്പത്തെ മനുഷ്യരുടെ ആശങ്കകളെ പറ്റി വൈകാരികമായി പറയല്ല, ആ 600 കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും അത് പരിഹരിക്കപ്പെടണം എന്നാവശ്യപ്പെടുമ്പോൾ സമവായത്തിലൂടെ അത് പരിഹരിക്കപ്പെട്ടാൽ നിരാശരാകുന്ന ആ പ്രശ്നം ഇങ്ങനെ ഒരു നെരിപ്പോട് പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിഗൂഢമായി സന്തോഷിക്കുന്ന ഒരൊറ്റ കൂട്ടരെ ഇവിടെ ഉള്ളൂ, അത് BJP ആണെന്ന് അവർ കൈ കഴുകിയിരിക്കുന്നു, തുറന്ന് സമ്മതിച്ചിരിക്കും. ഇവിടെ ഇപ്പൊ ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി പറയുന്നുണ്ടല്ലോ, പഴയ നിയമമല്ല ഈ ട്രിബ്യൂണലും കോടതിയും ഇനി പരിഗണിക്കുക. ആ കേസിന്റെ പരിഗണനാ വിഷയമായി വരാൻ പോകുന്നത് ഭേദഗതി ചെയ്യപ്പെട്ട പുതിയ വഖഫ് നിയമമാണ്.
ആ നിയമത്തെയാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത്. ആ നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ മുനമ്പന്മാർക്ക് അനുകൂലം. ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ കൊണ്ടുവന്ന ഈ ഭേദഗതി പ്രകാരം മുനമ്പത്തുകാരെ സഹായിക്കാൻ പോകുന്ന ഈ നിയമത്തിലെ ആ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ മന്ത്രി എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ ഡ്യൂ പ്രോസസ് എന്നാണ്. അവർ സുപ്രീം കോടതി വരെ പോയാലും ഈ നിയമം സഹായകരമായി നിൽക്കും, നാളെ രാവിലെ അങ്ങ് പരിഹരിച്ചേക്കാം എന്ന് പറഞ്ഞവർ ഇപ്പൊ എത്രയോ പുറകോട്ട് പോയി എന്ന് കാത് തുറന്ന് കേരളം കേട്ടുകൊണ്ടിരിക്കണം. തീർന്നില്ല മധു, നമ്മൾ ആ വഖഫ് ബില്ലിന്റെ ഡിബേറ്റ് പാർലമെന്റിൽ നടക്കുമ്പോൾ ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ, സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ്. ഒരു കമ്മീഷൻ നമുക്കറിയാലോ, കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം അവരുടേതൊരു ശുപാർശയാണ്, ഒരു ഡിക്റ്റേഷൻ അല്ല. അത് സ്വീകരിക്കുന്ന ഗവൺമെന്റിന് അത് നടപ്പിലാക്കാൻ ബാധ്യമില്ല. ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു, മുനമ്പത്തുകാരൻ പറഞ്ഞു, എന്തെങ്കിലും പരിഹാരം ഇതിൽ സാധ്യമാണോ എന്നൊരു അന്വേഷണമാണ് ആ കമ്മീഷൻ നടത്തുക എന്ന് പറഞ്ഞു. ഇവിടുന്ന് ജയിച്ചു പോയ കേന്ദ്രമന്ത്രി ഈ മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ വൈകാരികമായി ആളിക്കത്തിച്ച് ഭരത്ചന്ദ്രൻ IPSന്റെ പ്രേതബാധ ഇനിയും ഒഴിയാത്ത തൃശ്ശൂരിലെ പള്ളിയിൽ പൊന്നിൻ കുറിച്ച് പോയി ജയിച്ചു പോയ കേന്ദ്രമന്ത്രി ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ഭരത്ചന്ദ്രൻ കളിച്ചുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയാമോ? അറബിക്കടലിൽ എറിയുവാണ് ആ ജസ്റ്റിസ് കമ്മീഷൻ എന്നാണ്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷന് ഒരു ശുപാർശ കൊടുത്താൽ അതൊരു വഴിയാണ്, ഒരു മാർഗമാണ്, ഒരു സാധ്യതയാണ്. ഒരു സാധ്യത പോലും അവിടെ അവശേഷിപ്പിക്കാത്ത വണ്ണം ഈ നിയമം പാസ്സാക്കുന്നതിലൂടെ മുനമ്പത്തെ ജനത, ഞാനെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, തലമുറകൾ കേസ് നടത്തിയാൽ തീരാത്ത സങ്കീർണതകളിലേക്ക് ആ ജനതയെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ കൈ കഴുകാൻ BJP തയ്യാറാകുമെന്ന് ഞാൻ പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് അത് പുലർന്നു കാണും എന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. ശരി, ശ്രീ KP നൗഷാദ് അലി, ഇപ്പോ പതിറ്റാണ്ടുകളുടെ നിയമ പോരാട്ടത്തിലേക്ക് മുനമ്പം ജനതയെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പറയുന്നത്. അനുകൂല വൃത്തി പ്രതീക്ഷിച്ചിരുന്ന മുനമ്പൻ നിവാസികളെ പാടെ നിരാശപ്പെടുത്തുന്നതാണ് ഇന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എന്നുള്ളതും. പക്ഷേ അതങ്ങനെയല്ല ആ പ്രതികരണം ഉണ്ടായതെന്നും മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഉത്തരമാണ് പറയപ്പെട്ടത് എന്നും BJPയുടെ പ്രതിനിധി വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്നത്തെ ദിവസം അവിടുത്തെ ആളുകൾ പറയുന്നത് കേന്ദ്രമന്ത്രിയിൽ നിന്ന് ശുഭവാർത്തയാണ് പ്രതീക്ഷിച്ചിരുന്നത്, അതുണ്ടായില്ല എന്നാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം വരുന്നത്. മുനമ്പം ഇനിയും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ മുനമ്പായി തന്നെ തുടരുമോ? അല്ലാതെ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലും രാഷ്ട്രീയ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള പങ്കിട്ടെടുക്കലിന് വേണ്ടിയുള്ള ഒരുതരം ക്രൂരബുദ്ധിയുള്ള പെരുമാറ്റത്തിലും അതിൻ്റെ പേരിലുള്ള ലാഭമെടുക്കലിലും അങ്ങനെ തന്നെ തുടരുമോ? മാധോ, ഈ വഖഫ് ബില്ല് എന്നത് അല്ലെങ്കിൽ പുതിയ വഖഫ് നിയമം അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരികവും ചരിത്രപരവും സാമ്പത്തികവും വൈജ്ഞാനികവും ഒക്കെ ആയ സ്വത്വം കവരാനുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. എങ്കിലും അതിൽ ചില കൃത്യമായ വാണിജ്യ ഉന്നങ്ങളുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് BJPക്കും കോർപ്പറേറ്റുകൾക്കും താല്പര്യമുള്ള ഒരുപാട് കേസുകൾ വഖഫ് ബോർഡുകളുമായിട്ടുണ്ട്. അത് ബാംഗ്ലൂരിലെ ITC വിൻസ്റ്റർ പഞ്ചനക്ഷത്ര ഹോട്ടൽ തൊട്ട് കൽക്കട്ടയിലെ ടോളിഗഞ്ച് ഗോൾഫ് സ്റ്റേഡിയം അല്ലെങ്കിൽ ഗോൾഫ് പാർക്ക് വരെയുള്ള ഒരുപാട് തർക്കവിതർക്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വാണിജ്യ ഉന്നം വളരെ കൃത്യമായിട്ട് BJP മുൻനിർത്തിയിട്ടുണ്ട്. അതാണ് വഖഫ് ബൈ യൂസർ എന്ന ഒന്ന് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. കാരണം ഈ രാജ്യത്ത് ഞാൻ ഈ പറഞ്ഞ വ്യവഹാരങ്ങൾ അടക്കമുള്ള നിരവധിയായ തർക്കങ്ങൾ വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് അവയൊക്കെ ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ള കൃത്യമായ ഉന്നം അത് വളരെ സ്പെസിഫിക് ആയിട്ട് അടിവരയിട്ട് ആ നിയമത്തിൽ പറയുന്നുണ്ട്. ഈ നിയമത്തിന് മുനമ്പമെന്ന ഒരു ഭൂമിയോ അവിടുത്തെ സാധാരണ മനുഷ്യരുടെ വിഷയമോ ഈ നിയമവുമായിട്ട് വിദൂരമായ ഒരു പ്രകാശവർഷങ്ങളുടെ അടുപ്പം പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിയമം ചുട്ടെടുക്കുമ്പോൾ ഈ മുനമ്പമോ അവിടുത്തെ മനുഷ്യരൊന്നും ഇവർക്കൊരു കൺസേൺ പോലുമല്ല. പക്ഷേ കേരളത്തിൽ വന്ന് അവർ പറയും മുനമ്പം വിഷയം പരിഹരിക്കാനാണ്, കണ്ടില്ലേ വഖഫ് ബോർഡിൻ്റെ കിരാത നടപടികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണെന്ന് പറയും. അപ്പുറത്ത് പ്രധാനമന്ത്രി പറയും ആദിവാസികളുടെ ഭൂമി കയ്യേറുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാനാണെന്ന് പറയും. എവിടെയെങ്കിലും ഒരു വ്യാപാരി വാണിജ്യ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെയൊക്കെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തോ നിങ്ങളെ രക്ഷിക്കാനെന്ന് പറയും. ഇങ്ങനെ ഒരു വക ആൾമാറാട്ടം പോലെ ഓരോ ഇടത്തും അവരവർക്ക് ചേരുന്ന വിധത്തിലുള്ള ഡയലോഗുകൾ അടിച്ച് എങ്ങനെ മുതലെടുക്കാം എന്നുള്ളതാണ് BJP വിഷയത്തിൽ നോക്കുന്നത്. അത് തന്നെയാണ് ഈ മുനമ്പം വിഷയത്തിലുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം,
ഇതിലൊരു സെക്ഷൻ 2A പ്രകാരം മുനമ്പത്തിന് നീതി കിട്ടുമെന്നാണ് ഇതുവരെ BJP-ക്കാരൊക്കെ പറഞ്ഞത്. ഇതുവരെ BJP-ക്കാരെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് കിരൺ റിജ്ജു അതിനെക്കുറിച്ചൊരു പരാമർശം പോലും നടത്തിയില്ല. സെക്ഷൻ 2A പ്രകാരം ട്രസ്റ്റുകളും സൊസൈറ്റികളും ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളും പോലുള്ള എൻറ്റിറ്റികളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ അസാധുവാവുന്ന പറയുന്നത്. പക്ഷേ മുനമ്പം വിഷയം അത്തരമൊരു വിഷയമല്ല. കാരണം മുനമ്പത്തെ ഈ ദാതാവ് സേട്ടാണ് വാക്കിഫ്. അതിന് മുത്തവല്ലിയായിട്ട് വഖഫ് ബോർഡ് നിയമിച്ചത് അല്ലെങ്കിൽ അംഗീകാരം നൽകിയത് ഫറൂഖ് കോളേജിനാണ്. അത്തരത്തിൽ രേഖാമൂലമാക്കി അസറ്റ് രജിസ്റ്ററിൽ പെടുത്തിയ ഒരു ഭൂമിയാണ് മുനമ്പം. അതുകൊണ്ട് തന്നെ സെക്ഷൻ 2A അതിന് ബാധകമാകുന്നില്ല. ഇവിടെ മുനമ്പത്തുകാരോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത BJP-ക്കോ കേന്ദ്ര സർക്കാരിനോ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ നിയമത്തിൽ ഉൾച്ചേർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുനമ്പം ഭൂമി അത് വാങ്ങിയ ഭൂമിയാണ്. അത് വാങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത് വഖഫാക്കിയാണെങ്കിൽ പോലും ആ വഖഫ് വാങ്ങിയ ഭൂമിക്ക് ബാധകമല്ല എന്ന തരത്തിലൊരു ക്ലോസ് ആ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ മുനമ്പക്കാർ രക്ഷപ്പെട്ടനെ. ഇപ്പം അവരെ ഒരു തരത്തിൽ ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത വലിയ സങ്കീർണതകളിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം അത് സംസ്ഥാനത്തിനകത്താണ്. അത് വഖഫ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയമാണ്. അതിനെതിരെ അപ്പീൽ പോകുന്ന സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ നമ്മെ നിരാശപ്പെടുത്തുകയാണ്. ഈ സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും ആ വിഷയം പരിഹരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പറഞ്ഞ വഖഫ് കമ്മീഷനാണ് ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനത്തിലേക്ക് പോകുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഈ വിഷയം പരിഹരിക്കാൻ പലർക്കും ഇവിടെ താല്പര്യമില്ല. മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ പരമാവധി അകലട്ടെ എന്ന BJP അജണ്ടക്ക് സംസ്ഥാന സർക്കാരും കുടപിടിക്കുന്നുവോ എന്നൊരു സംശയം ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് മുനമ്പം എന്ന ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഈ ബില്ല് വലിയ പരിഹാരമാണ് എന്ന് പറയുന്ന BJP-ക്കാരെ ഓർത്ത് എനിക്ക് വലിയ ചിരിയാണ് വരുന്നത്. ഇത് അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്കാണ്ട് ഒരിടത്തിരിക്കുന്ന ഈ കേരളത്തിലെ BJP-യുടെ പ്രതിനിധികൾക്ക് വല്ല ബോധവും വിവരമുണ്ടോ? അവരിതെല്ലാത്തിനും പരിഹാരമാണ്, ഇതൊരു സമഗ്ര ഔഷധമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം തേഞ്ഞു പോവുകയാണ് ചാനലിൽ. അല്ലെങ്കിൽ ഏത് നിയമം, ഏത് സെക്ഷൻ, ഏത് ക്ലോസ് ആണ് മുനമ്പത്തുകാരെ സഹായിക്കാൻ ഈ നിയമത്തിൽ വ്യക്തമായിട്ടുള്ളത് എന്ന് ഇവർ പറയട്ടെ. ഇവരൊന്നും പറയുന്നില്ല. ആ കാര്യം കൂടുതൽ കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ നമുക്ക് നോക്കാം. അടുത്ത ശങ്കുടിദാസ്, മന്ത്രി P. രാജീവ് അന്ന് പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചോദിച്ചൊരു കാര്യമാണ്. ഇതിന് മുൻകാല പ്രാബല്യമില്ല. അത് അഡ്വക്കേറ്റ് ഷിബു മീരാനും KP നൗഷാദ് അലിയും എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, മുനമ്പം പ്രശ്നത്തിലെ നിയമ ഭേദഗതി എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇതിന് മുൻകാല പ്രാബല്യം ഇല്ലാതെ നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഈ നിയമത്തിൽ തന്നെ സെക്ഷൻ 2A നോക്കിക്കഴിഞ്ഞാൽ അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോട് കൂടിയിട്ടുള്ള പ്രൊവിഷനാണെന്ന് കാണാൻ സാധിക്കും. ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ ശേഷമോ ഉള്ള എല്ലാ ട്രാൻസ്ഫറുകളും എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2A ലാംഗ്വേജ് വെരി ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ആക്ട് ആസ് എ റെട്രോസ്പെക്റ്റീവ് എഫക്ട്. മാത്രമല്ല, ഒരു നിയമത്തിന് പ്രോസ്പെക്റ്റീവ് ആണോ റെട്രോസ്പെക്റ്റീവ് ആണോ എഫക്റ്റ് എന്നത് അതിൻ്റെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു മുനമ്പത്ത് വെച്ച് തന്നെ പറഞ്ഞു, ഈ നിയമത്തിലെ സെക്ഷൻ 108B പ്രകാരം ഞങ്ങൾ ചട്ടങ്ങൾ രൂപീകരിക്കും. ആ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുക്കും. വിൽ ഗീവ് ഡയറക്ഷൻസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ആ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അവകാശങ്ങൾ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകുമെന്ന് പറഞ്ഞു. അതായത് മന്ത്രി വളരെ ക്ലിയർലി ഈ മുനമ്പം കേസിന്റെ ഭാവി എന്താണ്, അതിൽ കേന്ദ്ര സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക, ഈ നിയമം എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് മുൻപേയുള്ള പത്രസമ്മേളനത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടുള്ള ഒരു കഷ്ണം വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള 3 പേര് ഈ ചർച്ചയിൽ പടവെട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞ വിശദീകരണത്തിലൂടെ തന്നെ ഇവരുടെ ഈ വാദം അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ പുതിയ വാദമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ മുനമ്പം ജനങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയതെന്നും മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഈ നിയമം കൊണ്ടുവരുമെന്നും മുനമ്പത്ത് പോയിട്ട് മന്ത്രി ഉറപ്പ് കൊടുക്കുകയും മുനമ്പത്ത് ജനങ്ങൾ അത് ഹർഷാരവത്തോടെ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷവും വൈകുന്നേരം 4 മണിക്ക് മുനമ്പം സമരസമിതി നടത്തിയിട്ടുള്ള പ്രതികരണം വെച്ചുകൊണ്ട് മുനമ്പം ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണെന്ന് പറയുന്നത് അന്യായമാണ്. ഒന്ന്, ഈ ചർച്ചയുടെ ഒരു ഫോർമാറ്റിനെ സംബന്ധിച്ച് ഞാൻ തർക്കം പക്ഷേ ഈ കേന്ദ്രമന്ത്രിയിൽ നിന്ന് ശുഭവാർത്തയാണ് പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞതും മുനമ്പം പള്ളി വികാരി ആന്റണി സേവ്യർ ആണ്. അപ്പോ ആ പ്രതികരണത്തിന് ഒരു പ്രാധാന്യവും നിങ്ങൾ നൽകുന്നില്ലേ? അദ്ദേഹം എത്ര മണിക്കാണ് പറഞ്ഞത്? എത്ര മണിക്ക് പറഞ്ഞാലും അത് വാലിഡ് അല്ലേ? എത്ര മണിക്ക് പറഞ്ഞാലും വാലിഡ് അല്ലേ? അല്ല, വാലിഡ് അല്ല.
അതെങ്ങനെയാണ്? അല്ല, വാലിഡ് അല്ല. വൈകുന്നേരം 4 മണിക്കോ 4:30ക്കോ ആണ് പറഞ്ഞതെങ്കിൽ അത് പത്രസമ്മേളനത്തിലുള്ള അഭിപ്രായം കേട്ട് മാധ്യമ വാർത്തകളെ ആശ്രയിച്ചുകൊണ്ടാണ്. 7:30ക്ക് ശേഷമാണ് പറഞ്ഞതെങ്കിൽ അവിടെ കിരൺ റിജ്ജു വന്ന് പ്രസംഗം നടത്തിയതിന് ശേഷമാണ്. അവിടെ പ്രൊവൈഡ് ഫാക്സ് മാറുമ്പോൾ ആളുകളുടെ പ്രതികരണം മാറും. അപ്പൊ 4:30ക്കാണോ 7:30ക്കാണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾ പറയും എത്ര മണിക്കാണ് പള്ളിയിൽ അല്ല, എതിർപ്പുള്ള ഒരാൾക്ക് കേന്ദ്രമന്ത്രി അവിടെ സന്ദർശനം നടത്തി മടങ്ങി ഉടൻ തന്നെ പ്രതികരിച്ചാലേ കഴിയുകയുള്ളൂ. അതിനുശേഷം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പ്രസംഗിച്ചാൽ അത് വാലിഡ് അല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നാളെ പറഞ്ഞാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് പറയാൻ കഴിയില്ലേ? അതോ ഇന്ന് 8 മണിക്ക് മുൻപ് പറയുന്ന പ്രതികരണങ്ങൾ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ എന്നെന്തെങ്കിലും നിയമമോ തിട്ടൂരുമുണ്ടോ? ശ്രീമതി മാധു, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് അതിനോട് പ്രതികരിക്കും. ഞാൻ പറഞ്ഞത് എന്താ, വൈകുന്നേരം 4 മണിക്കും 4:30ക്കും വന്നിട്ടുള്ള വാർത്തകൾ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മട്ടിലുള്ളതായിരുന്നു. ആ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം സമരസമിതിയുടെ ആൾക്കാർ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നിരാശാജനകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മന്ത്രി മുനമ്പത്ത് വന്ന് ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതോടുകൂടി അവരുടെ ആശങ്ക മാറി. അതിനുശേഷമുള്ള പ്രതികരണവും മാറി. അപ്പോൾ നിങ്ങൾ 4-രുടെ പ്രതികരണം എടുത്തോണ്ട് ഇതാണ് മുനമ്പം ജനതയുടെ ഇപ്പോഴത്തെയും പ്രതികരണം എന്ന് പറയുമ്പോൾ അത് മിസ്റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അത് ഞാനൊരു തർക്കമായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഞാൻ പറയട്ടെ, ഈ ചർച്ചയിൽ 3 പേരും എതിരായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാനൊരാൾ വേണമല്ലോ മറുപടി പറയാൻ. അതുകൊണ്ട് എനിക്ക് മതിയായ സമയം, പകുതി സമയമാണ് തരേണ്ടത്, പോട്ടെ, മതിയായ സമയമെങ്കിലും നിങ്ങൾ തരും. അതിൽ ഇടപെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ കാര്യം, ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് വർഗീയ മുതലെടുപ്പിനാണ് BJP ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ വർഗീയ മുതലെടുപ്പും വർഗീയ കലാപവും നടത്തുന്നത്? ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സായതിനു ശേഷം ഒരു മുസ്ലിമിന്റെ പോലും 1 സെന്റ് ഭൂമി പോലും ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ബംഗാളിലുള്ള 3 മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 500ഓളം കുടുംബങ്ങൾക്ക് അവരുടെ താമസ സ്ഥലം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ആര് നടത്തിയുള്ള കലാപത്തിന്റെ പേരില? മനഃപൂർവ്വം ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും നിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ BJP അപഹരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിലേക്ക് ഇറക്കി വിട്ട് മുർഷിദാബാദിലും മാൾഡയിലും കലാപം നടത്തി. അവിടെ വെസ്റ്റ് ബംഗാളിൽ 2 CPM സഖാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. വെസ്റ്റ് ബംഗാളിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ പോയിട്ട് നിസ്സഹായനായിട്ട് ഇരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദിത്തം? ഇവർ പറയണം. ഇവിടെ വർഗീയ കലാപങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നതും വർഗീയ മുതലെടുപ്പെടുക്കുന്നതും ആരാന്ന് ഇവർ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നം മുനമ്പം പ്രശ്നത്തെ ഒരു നിലയ്ക്കും പരിഹരിക്കില്ല. പരിഹരിക്കാനാണെങ്കിൽ ഏത് സെക്ഷനാണ്, ഏത് പ്രൊവിഷൻ പ്രകാരമാണ് പരിഹരിക്കാതെ? ഇവിടെ ആദ്യത്തെ 2 പ്രതിനിധികൾ ചോദിച്ചു. മൂന്നാമത്തെ ആൾ KP നൗഷാദ് അലിക്ക് മനസ്സിലായി ഞാൻ അതിന് സെക്ഷൻ വെച്ചുകൊണ്ട് മറുപടി പറയുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ആ സെക്ഷൻ എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ആ സെക്ഷൻ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന്. ഞാൻ ആ സെക്ഷൻ ഒന്ന് വായിക്കാം. Section 2A. In Section 2 of the Principal Act, after the proviso, the following proviso shall be inserted, namely, provided further that nothing in this Act shall, notwithstanding any judgment, decree or order of any court, apply to a trust by whatever name called, established before or after the commencement of this Act. ഇത് വളരെ കൃത്യമായിട്ട് കേൾക്കാം കേട്ടോ. Before or after the commencement of this Act. ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ ശേഷമോ or statutorily regulated by any statutory provision pertaining to public charities by a Muslim for a purpose similar to a waqf under any law of the time being in force. എന്ന് വെച്ചാൽ അതിൻ്റെ തർജ്ജമ മലയാളം എന്ന് പറയുന്നത്, ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഇനി മേലാൽ മുസ്ലിം വ്യക്തികൾ സ്ഥാപിച്ചതായിട്ടുള്ള ട്രസ്റ്റുകൾക്കോ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയോ പേരിലേക്ക് മാറ്റപ്പെട്ട ഭൂമികൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഫാറൂഖ് കോളേജിൻ്റെ ഭൂമി, ഫാറൂഖ് കോളേജിൻ്റെ ഹോൾഡിംഗ് ട്രസ്റ്റ് ഏതാണ്? ദാരുൽ ഉലൂം അസോസിയേഷൻ എന്ന് പറയുന്ന, റഫത്തുൽ ഉലൂം അസോസിയേഷൻ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഈ നിയമം കൃത്യമായി പറയുന്നു, മുസ്ലിം വ്യക്തികൾ സ്ഥാപിച്ചിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഭൂമി ഈ വഖഫ് നിയമത്തിന്റെ പരിധിയിലല്ല വരുന്നത്. അതും റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോട് കൂടിയിട്ടാണ്. നിയമം വരുന്നതിന് മുൻപാണ്. അതായത് എങ്ങനെ മുനമ്പം പ്രശ്നം പരിഹരിക്കും നിയമ ഭേദഗതി എന്നുള്ളത് അങ്ങ് വിശദീകരിക്കുകയും ചെയ്തു. എനിക്ക് അങ്ങോട്ട് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഞാൻ ഇടയ്ക്ക് അതിൽ പിന്നീട് ഇടപെടേണ്ടത് ഒറ്റ മിനിറ്റ് ഇടപെടേണ്ടതില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. കേന്ദ്രമന്ത്രി അവിടെ വന്ന് സംസാരിച്ചതിന് ശേഷം അതേ വേദിയിലാണ് പള്ളിവികാരി ആന്റണി സേവ്യരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. അത് അങ്ങേക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം, അങ്ങ് പറഞ്ഞ അതേപോലെ. മറ്റൊന്ന്, ഇപ്പൊ ബംഗാളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവേണ്ടതാണ്, ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ പരിഹാരം ഉണ്ടാകേണ്ടതാണ്, സുപ്രീം കോടതി നേരിട്ട് ഇടപെടേണ്ടതാണ്, സൈനിക വിന്യാസം നടത്തേണ്ടതാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതാണ്. ഒരു നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് എവിടെയെങ്കിലും കലാപം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി വേണം. അത് മണിപ്പൂരിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായ അതിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ശ്രീ ഷിജു ഖാൻ, ഡോക്ടർ ഷിജു ഖാൻ, ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമ പ്രശ്നത്തിന്
ശ്രീമതി മാധു എനിക്ക് 2 മിനിറ്റ് സമയം കൂടെ നിങ്ങൾ തരണം. അത് ഷിജു ഖാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പറയണം. അങ്ങ് പറഞ്ഞതുപോലെ 4 പേര് ഇരിക്കുന്ന സമയത്ത് ആ 15 മിനിറ്റ് മറ്റുള്ളവർ സംസാരിച്ചാൽ 15 മിനിറ്റ് തരാൻ കഴിയില്ല. 4 പേരും 4 വാദങ്ങളാണ് പറയുന്നത്. 4 പേരും റെപ്രസെന്റ് ചെയ്യുന്നത് 4 മേഖലകളിൽ 4 രാഷ്ട്രീയ ഒരേ വാദങ്ങളാണ് പറയുന്നത്. ഒരേ വാദങ്ങളാണ് പറയുന്നത്. എനിക്ക് മാന്യമായ സമയം നിങ്ങൾ തരണം. ശരി, ഇവർ പറയുന്നു വഖഫ് എന്താണ് മുനമ്പത്തെ ജനങ്ങളെ ഒരു നിലയ്ക്കും കുടിയിറക്കില്ല എന്ന് പറയുന്നു. പക്ഷെ വഖഫ് നിയമത്തിൽ ഒരു ഭേദഗതി ആവശ്യമില്ല എന്ന് ഇവർ പറയുന്നു. വഖഫ് നിയമം അതുപോലെ നിലനിൽക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങളെ എങ്ങനെയാണ് കുടിയിറക്കാതിരിക്കുക? കാരണം വഖഫ് നിയമത്തിലെ സെക്ഷൻ 54 പറയുന്നത് റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ് ഓഫ് വഖഫ് ലാൻഡ് ആണ്. ഭൂമി കൈവശപ്പെടുത്തിയവരെ ഒഴിപ്പിക്കാനുള്ള പ്രൊവിഷനാണ് വഖഫ് നിയമത്തിലെ സെക്ഷൻ 54. അത് പ്രകാരം 2 വർഷം തടവ് പോലും ഉണ്ട്. അപ്പൊ മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല. പക്ഷെ വഖഫ് നിയമത്തിൽ ഭേദഗതി വേണ്ടാന്നാണ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? മുനമ്പത്തിന് വേണ്ടി മാത്രം വഖഫ് നിയമം ആ പ്രൊവിഷൻ ഉപയോഗിക്കില്ല എന്നാണോ? അപ്പൊ നിയമത്തിൽ അമെന്റ്മെന്റ് വേണ്ടെന്ന് ഇവർ പറയുമ്പോൾ തന്നെ ഇവിടുത്തെ മുനമ്പത്തെ ജനങ്ങളോട് യാതൊരു കടപ്പാടും ഇവർക്ക് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ശരി, ഞാൻ വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോ 2019 വഖഫ് ബോർഡ് ഔദ്യോഗികമായി ഭൂമി വഖഫ് എന്ന് രജിസ്റ്റർ ചെയ്യുന്നു. 2022 അങ്ങ് നേരത്തെ പറയുന്നു അവരുടെ റവന്യൂ അവകാശം അടക്കം പുനഃസ്ഥാപിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് പറയുമ്പോൾ 2022 മുതലാണ് നികുതി സ്വീകരിക്കാതായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി കുടിയിറക്കരുത് എന്നുള്ളതാണ് സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞാൽ കുടിയിറക്കപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല മുനമ്പത്തെ ജനങ്ങളുടെ ആവശ്യം. അവരുടെ റവന്യൂ അധികാരമാണ്. അവനവന് 10 സെന്റ് ഭൂമിയുണ്ട് എങ്കിൽ ആ 10 സെന്റ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനടക്കം അത് മക്കളുടെ പഠനത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ചികിത്സാർത്ഥമോ വിറ്റ് പണമാക്കാനുള്ള അവകാശം അടക്കം അവരുടേതാണ്. അതിനുവേണ്ടി കൂടിയാണ് അവർ സമരം ചെയ്യുന്നത്. അല്ലാതെ ആണ്ടകാലം കുടിയടപ്പുകാരനായി അവിടെ കിടന്നോളൂ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടാൽ പോരാ അവരുടെ ആവശ്യങ്ങൾ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ സർക്കാർ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. മാധു, നമ്മുടെ നിയമവാഴ്ച എന്ന് പറയുന്നത് പരമോന്നത നീതിപീഠമായാലും നമ്മുടെ ഹൈക്കോടതികളായാലും അവരുടെ മുന്നിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിന്മേൽ, പ്രത്യേകിച്ചും ജുഡീഷ്യൽ റിവ്യൂ നടക്കുന്ന വിഷയങ്ങൾക്കുമേൽ നമുക്ക് പറയുന്നതിനും അഭിപ്രായങ്ങൾ നിലപാട് സ്വീകരിക്കുന്നതിനുമൊക്കെ വ്യക്തികളെന്ന നിലയിൽ എനിക്കും മാധുവിനും ശങ്കുറ്റിദാസിനും ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിന് ആ കോടതികളുടെ നിലപാടുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് നിയമവാഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. രണ്ടാമത്തെ പ്രശ്നം, ആ റവന്യൂ അവരവിടെ താമസിക്കുന്ന മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇപ്പോൾ കൈവശമുള്ള ഭൂമിക്കുമേൽ പിന്നീട് റവന്യൂ അതിൻ്റെ നികുതി അടയ്ക്കാനുള്ള അവകാശം കിട്ടിയതുകൊണ്ട് മാത്രം പ്രശ്നം പൂർത്തിയാകില്ല. അത് ഗവൺമെൻറ്റിനും ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ആ നികുതി അടയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ തന്നെ ഇത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന നിലപാട് ഹൈക്കോടതിയിലും ബന്ധപ്പെട്ട സംവിധാനങ്ങളിലുമെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം, ശങ്കുറ്റിദാസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ വഖഫ് ബോർഡാകട്ടെ, ദേവസ്വം ബോർഡാകട്ടെ, മറ്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അധികാര സംവിധാനങ്ങളാകട്ടെ, ഇതൊക്കെ സ്ഥാപിതമാകുന്നത് എങ്ങനെയാണ്? വഖഫ് ബോർഡുകൾ രൂപീകരിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു ജമാഅത്ത് പള്ളിക്കകത്ത് 10 പേർ കൂടി രൂപീകരിക്കുന്നതാണോ വഖഫ് ബോർഡ്? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഒരു 50 പേർ കൂടി രൂപീകരിക്കുന്നതാണോ ദേവസ്വം ബോർഡ്? നിലവിൽ നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവയൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ പാർലമെന്റും അതോടൊപ്പം നമ്മുടെ നിയമസഭകളും ഒക്കെ പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സന്ദർഭവശാൽ പറയാം, ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഭൂമി കൊള്ളക്കാരിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ നിലപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിശദീകരണം വന്നു. എങ്ങനെയാണ് ഭൂമി കൊള്ളയാകുന്നത്? വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആക്ട് രൂപം കൊടുക്കുന്നത് പാർലമെന്റാണ്. പാർലമെന്റ് രൂപം കൊടുത്ത ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മുഴുവൻ വസ്തു കയ്യേറ്റക്കാരായി, ഭൂമി കൊള്ളക്കാരായി പ്രധാനമന്ത്രി എങ്ങനെ അഭിസംബോധന ചെയ്യും? അദ്ദേഹത്തിന് ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മുനമ്പം വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നേരത്തെയും വ്യക്തമാക്കിയതാണ്. മുനമ്പം വിഷയം പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണോ?
902 ഗുജറാത്തിൽ നിന്ന് വന്ന മൂസ സേട്ട് അന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 404 ഏക്കർ അദ്ദേഹത്തിന് സ്ഥലം ലഭിക്കുന്നു രാജവിളംബരത്തിന്റെ ഒക്കെ ഭാഗമായി. 950 ഹാജി മൂസ സേട്ടിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള സിദ്ദിഖ് സേട്ട് പിന്നെ കോഴിക്കോട് ഫറൂഖ് കോളേജിന് ഇത് കൈമാറുന്നു. പിന്നീടും വലിയ നിയമതർക്കങ്ങൾ ഉണ്ടായി. 962 അവിടുത്തെ ജനങ്ങൾ കുടിയിറക്കൽ ഭീഷണി നേരിടുകയുണ്ടായി. 967 പറവൂർ സബ് കോടതിയിൽ കേസ് വരികയുണ്ടായി. 971 വീണ്ടും അതുമായി ബന്ധപ്പെട്ട നിയമ തർക്കങ്ങൾ ശക്തമായി നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ കേസ് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി വരുന്നു. വിവിധങ്ങളായ കോടതികളിൽ നിന്ന് പ്രദേശവാസികൾക്ക് അനുകൂലവും അതോടൊപ്പം ഇതിന്റെ മറ്റ് കക്ഷികൾക്ക് അനുകൂലമായിട്ടുമുള്ള വിവിധങ്ങളായിട്ടുള്ള വിധിന്യായങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചിത്രം മുഴുവൻ മനസ്സിലാക്കണം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് ഒരു സർവേ നടത്താൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. അത് ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. വഖഫ് ബോർഡിന്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യം വഖഫ് ബോർഡ് നിർവഹിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഭൂമിയെ സംബന്ധിച്ച് ഒരു തർക്കം ഉയർന്നു വരുന്നപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന് കൊടുക്കാനുള്ള നിലപാടാണോ സ്വീകരിച്ചത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ടു പറഞ്ഞു, ഇതൊരു തർക്ക വിഷയമാണ്, ഇവിടെ നിന്ന് ആരെയും പുറത്താക്കാൻ പറ്റില്ല, ആരെയും കുടിയിറക്കാൻ പറ്റില്ല, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടി വരും, അവരെ പരിരക്ഷിക്കേണ്ടി വരും, ഏത് നിയമപ്രകാരമാണ് അവരെ കുടിയിറക്കണമെന്ന് ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയില്ല. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് ഗവൺമെന്റ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെ ഇതിനെ BJPയും RSSും മതസംഘർഷമാക്കി മാറ്റുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, മതസംഘർഷമാക്കി മാറ്റുന്നത് രാജ്യത്തെ ഈ വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും അധികാരം അതെല്ലാം വഖഫ് ബോർഡിന്റെ കയ്യിലാണെന്ന് പറയില്ലേ? വാസ്തവത്തിൽ വഖഫ് ബോർഡിന് ഇതിന്റെ മുഴുവൻ ആസ്തികളുടെയും ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിനാണോ? രാജ്യത്തെ മുഴുവൻ വഖഫ് ആസ്തികളുടെയും ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിനല്ല, മറിച്ച് അതിന്റെ പരിപാലകരാണ് വഖഫ് ബോർഡ്. ആ പരിപാലകരാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെ? നേരത്തെ നമുക്കറിയാം, ഇലക്ട്രൽ കോളേജുകളിൽ നിന്ന്, MP-മാരിൽ നിന്ന്, MLA-മാരിൽ നിന്ന്, ജഡ്ജിമാരിൽ നിന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡി അധികാരത്തിൽ വരികയാണ്. ആ ബോഡിയാണ് ഇതിനെയൊക്കെ പരിപാലിക്കുന്നത്. മുഴുവൻ അട്ടിമറിച്ചു മുഴുവൻ അട്ടിമറിച്ചു. നോമിനേറ്റഡ് ആയ ബോഡികൾക്ക് ഇന്ത്യയിലെ വഖഫ് ആസ്തികൾ എന്ത് ചെയ്യാനുമുള്ള അധികാരം കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, സിഖ് ജനവിഭാഗവുമായി ബന്ധപ്പെട്ട അവരുടെ ആസ്തിവകകൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗുരുദ്വാര കമ്മിറ്റിയിലേക്ക് സിഖ് ഇതര വിഭാഗത്തിൽ നിന്ന് ആളുകളെ നിയോഗിച്ചാൽ എന്തായിരിക്കും രാജ്യത്ത് സംഭവിക്കുക? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പരിപാലനത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അപ്പോയിന്റ് ചെയ്താൽ എന്തായിരിക്കും പ്രത്യാഘാതം? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? രാജ്യത്തെ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടാണ് ഏതാണ്ട് 10 ഹർജി സുപ്രീം കോടതിയിലുള്ളത്. അത് നിയമത്തിന്റെ വഴിക്ക് പോവുകയും ചെയ്യും. ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഏതാണ്ട് 150 കുടുംബങ്ങൾക്ക്, ഒരു ഗ്രാമത്തിലെ 150 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് കിട്ടി എന്നുള്ളൊരു വാർത്ത നമ്മളെ തേടിയെത്തുന്നുണ്ട്. 90-ൽ സർക്കാർ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കി മുനമ്പത്തെ ജനതയ്ക്ക് ഭൂമി വില കൊടുത്തു വാങ്ങാൻ അനുവാദം നേടുന്നു. അതിന്റെ പേര് 33 ലക്ഷം രൂപ ഫറൂഖ് കോളേജിന് കിട്ടുന്നു. ഈ ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് ഒരു ഇടപെടൽ അതിൽ നടത്തുന്നത്, അവകാശവാദം ഉന്നയിച്ച് വരുന്നത്. അപ്പോൾ അതായത് ആ സമയം വരെയും എന്തുകൊണ്ടാണ് വഖഫായി കിട്ടിയ ഈ ആധാരത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, വഖഫ് ആധാരം എന്ന് പറയുന്നത്, അതുവരെ അത് പരിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് എങ്കിൽ അതിനുള്ള ഇടപെടലുകൾ എന്തുകൊണ്ട് ആ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നൊരു ചോദ്യമാണ്. അതിനൊക്കെ മറുപടി ട്രൈബ്യൂണൽ നടക്കുന്ന കോടതിയിൽ നിന്നുണ്ടാകും എന്ന്, ട്രൈബ്യൂണൽ നടക്കുന്ന നടപടികളിൽ നിന്നുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ലീഗ് ഇതിലെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ലീഗ് ഈ തീരുമാനം വരുന്നതിന് മുമ്പ്, നിയമഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഇത് പരിഹരിക്കാൻ കഴിയും, ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമല്ല എന്ന് പറയുന്നു. ഫറൂഖ് കോളേജ് അവിടുത്തെ ആളുകൾക്ക് അനുകൂലമായ നിലപാട് തന്നെ എടുക്കുന്നു. ലീഗ് വഖഫ് നിയമത്തിനെതിരെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, നടപടികളുമായി പോകുന്നു. പക്ഷേ നിയമപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ജനങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി ജാഗ്രതയാക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് മഹാറാലി സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇത് ആ രീതിയിൽ ഒന്നും പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ ഒരു സംഘർഷ ഭൂമിയായി കൂടി മാറുകയാണ്. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ചട്ടരൂപീകരണവും അതിനുശേഷവുമുള്ള കാര്യങ്ങളും അത് ചട്ടപ്പടിയേ നടക്കുകയുള്ളൂ. അതിനൊരു കാലതാമസമുണ്ട്. ആ കാലതാമസത്തിനിടയ്ക്ക് നാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ വരും. ആ കാലതാമസത്തിനിടയ്ക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മുനമ്പത്തെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എങ്ങനെ പരിഹാരം കാണും? തീർച്ചയായും ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, മാധു, ഇതിവിടുത്തെ 2 ഗവൺമെന്റുകൾ
അപ്പം നാളെ രാവിലെ അങ്ങ് പരിഹരിച്ച് കളയാം എന്ന് പറഞ്ഞ് നിയമം പാസ്സാക്കിയവർ ഇപ്പോൾ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവർ പിന്മാറിയിരിക്കുന്നു. ഈ സെക്ഷൻ 2A ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ നേരത്തെ തന്നെ അതിനെപ്പറ്റി ഞങ്ങളുടെ ഭാഗം, ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു കാര്യം നമ്മൾ എത്ര വിശദീകരിച്ചാലും പിന്നെയും പിന്നെയും പറയുക എന്നത് ഗീബൽസിന് ശിക്ഷിക്കപ്പെട്ട ചിലരുടെ ശീലമായതുകൊണ്ട്. ഇത് വഖഫ് ബോർഡ് പിന്നെന്താണ്, ഫാറൂഖ് കോളേജ് ട്രസ്റ്റാണല്ലോ, ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് ഞങ്ങൾ ട്രസ്റ്റിനെ കൊണ്ടല്ലോ. ഇവിടുത്തെ തർക്ക വിഷയം ഫാറൂഖ് കോളേജ് ട്രസ്റ്റാണോ അല്ലയോ എന്നതല്ല. മുനമ്പത്തെ തർക്കഭൂമിയിൽ ക്രയവിക്രയാധികാരമുള്ള പൂർണ്ണ ഉടമസ്ഥാവകാശം ഫാറൂഖ് കോളേജിന് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടെ തർക്ക വിഷയം. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് ഫറൂഖ് കോളേജിനാണെന്ന് സ്ഥാപിച്ച് കിട്ടിയാലേ നിങ്ങൾ ഈ പറയുന്ന സെക്ഷൻ അവിടെ അട്രാക്ട് ചെയ്യുള്ളൂ. ഫറൂഖ് കോളേജിനത് കിട്ടിയാൽ ഫറൂഖ് കോളേജ് നേരത്തെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളത് വിറ്റതാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന നിയമമല്ല, നിങ്ങൾ ഈ പറയുന്ന സെക്ഷനുകൾ ഒന്നും അവരെ സഹായിക്കാൻ ആവർത്തിച്ച് അവസാനത്തെ നിമിഷം വരെ ആ മനുഷ്യരെ പറ്റിക്കുന്ന വഞ്ചന ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ബി ജെ പി. അടുത്ത ശിബുമിനാണ് ഈ പ്രശ്നങ്ങൾ. ഇതാ ഇപ്പൊ നോക്കൂ, നേരത്തെ സമവായം ഉണ്ടാക്കുമ്പോൾ ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള സമവായ ശ്രമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ 33 ലക്ഷം രൂപ കൊടുത്ത് ഫറൂഖ് കോളേജ് ഈ ഭൂമി ഇവർക്ക് കൊടുക്കുമ്പോഴൊക്കെ ഇവർക്ക് ക്രയവിക്രയത്തിനുള്ള ശേഷിയോ അധികാരമുണ്ടോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ടായിരുന്നോ? അതിനുള്ളിലേക്ക് സംസ്ഥാനത്തിന്റെ മുഴുവൻ ഏജൻസികളും വരുന്നുണ്ടല്ലോ, സർക്കാർ തന്നെ ഒരു കക്ഷിയായി വരുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണോ? അല്ലെങ്കിൽ ക്രയവിക്രയം നടത്താനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിരുന്നോ? ഇതിപ്പോ ഈ 2025 വരെ ഇത് വെച്ച് നീട്ടിക്കൊണ്ടുവരുന്നതിനിടയ്ക്ക് കാണിച്ച അനാസ്ഥ, ഫറൂഖ് കോളേജിന്റെ അടക്കം ഈ ആധാരത്തിലുള്ള കാര്യങ്ങളും ഈ ടേംസും കണ്ടീഷൻസും ഒന്നും പരിശോധിക്കാതെയാണോ ഇതിന് ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നത്? ഇതിപ്പോ ഇത്രയും വലിയ സാമുദായിക പ്രശ്നമായി വന്നു ഭവിക്കാനുള്ള കാരണം ഈ കക്ഷികളുടെ എല്ലാം കാലാകാലങ്ങളിൽ അവർ അനുവർത്തിച്ചു വന്ന ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. തീർച്ചയായും മാധു, 1900 മുതലുള്ള ഒരു ചരിത്രം ഇവിടെ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. പല ഡേറ്റ് അദ്ദേഹം പറഞ്ഞു, പല ഇവൻറ്റ്സ് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം ഏറ്റവും ഒടുവിലുണ്ടായത് 2022 ഇവിടുത്തെ വഖഫ് ബോർഡ് കൊടുക്കുന്ന നോട്ടീസോട് കൂടിയാണ് ഈ സമരരംഗത്തേക്ക് വലിയ ആശങ്കയിലേക്ക് ആ ജനത പോകുന്നത്. നമ്മളതിൻ്റെ ചരിത്രത്തിൻ്റെ പുറകിലേക്ക് പോയാൽ 2020 LDF, പിന്നെ 2010 LDF മന്ത്രിസഭയുടെ മന്ത്രിസഭാ തീരുമാനം വരും, 2008 നിസാർ കമ്മീഷൻ വരും. ഞാനിപ്പോൾ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഇനി എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പം PK കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിനെ നിങ്ങൾക്കറിയാം. പൊയ്വാക്ക് പറയുന്ന ആളോ പൊയ്ക്കാല്, ഇതിനിപ്പോഴും സൊല്യൂഷൻ ഉണ്ട്. പഴയ നിയമത്തിന്റെ സെക്ഷന് ഇപ്പൊ ഞാനത് തുടക്കം മുതൽ പറയാം. കഴിഞ്ഞ നവംബറിൽ മാധു പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ നമുക്കൊരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് മുസ്ലിം സംഘടനകളാണെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിം സംഘടനകളുടെ മുഴുവൻ യോഗം വിളിച്ച് മുനമ്പത്തെ വിഷയം ഏതു നിലക്കും പരിഹരിക്കാം എന്ന ഒരു സമവായം രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മറ്റു കക്ഷികളെ കൂടി ഒരുമിച്ചിരുത്തി നമ്മളൊരു സമവായത്തിലെത്തിയാൽ, ആ സമവായം വഖഫ് ട്രിബ്യൂണലിന്റെ മുൻപിലെത്തിയാൽ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണിത്. ഇവിടുത്തെ സാമുദായിക അംഗങ്ങൾ തമ്മിൽ സംസാരിച്ചു നിന്നാലും അവരുടേതാണല്ലോ ഈ ആവശ്യം എന്ന് പറയുന്നത്. വഖഫ് ബോർഡ് ഇതിന്റെ ഭാഗമാകുമോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? സെക്ഷൻ 97 പഴയ ആക്ടില് മാധു കേരള സംസ്ഥാന സർക്കാരിന് കേരളത്തിൽ വഖഫ് ബോർഡിനോട് അസാമാന്യമായ ആ ആക്ടിന്റെ വകുപ്പൊന്നും ഇപ്പം എനിക്ക് വായിക്കാം. സെക്ഷൻ 97 മാധു പരിശോധിച്ചോളൂ. അങ്ങേയറ്റം ആ ഒരു ആജ്ഞാ സ്വഭാവത്തിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥരാണ്. ആ ബാധ്യത കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു സമവായമുണ്ടാക്കി അത് വഖഫ് ബോർഡിനോട് ഡയറക്റ്റ് ചെയ്ത് വഖഫ് ബോർഡ് ട്രിബ്യൂണലിന് മുൻപാകെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് അന്നേ ഈ വിഷയം പരിഹരിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ BJP ചെയ്തു വെച്ചൊരു ചതി വേറെ ഉണ്ട്. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഏതോ താലിബാൻ കോടതിയാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ നിങ്ങൾ എവിടെ വരെയും അപ്പീൽ പോയിക്കോ എന്നൊരു വകുപ്പ് വെച്ചതോടെ ഇനി ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കില്ല. അങ്ങനൊരു ദ്രോഹം ഈ ചെലവിൽ BJP എന്ത് ചെയ്തിട്ടുണ്ട്? മുനമ്പം ജനതയോട് ഇവിടെ CPM കാണിക്കേണ്ടുന്ന ഒരു ഉത്തരവ്. ഞാനൊരു ഘട്ടത്തിലും ഇതൊരു CPM തർക്കമായി ഇന്ന് വരെ കൊണ്ടുപോകാത്ത ഒരാളാണ്. ഒരു നെരിപ്പോടിൻ്റെ അരികിലിരുന്ന് BJP മുനമ്പത്തിലേക്ക് ഊതിക്കൊണ്ടിരുന്ന് നമുക്ക് മനസ്സിലാവും അവർക്കിതൊന്ന് ആളിക്കത്തി കളിക്കണം. കഴിഞ്ഞ നവംബറിൽ വിളിച്ച ആ യോഗം 6 മാസമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുക. എന്തുകൊണ്ട് അതിൻ്റെ തുടർ യോഗങ്ങൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് അതിൻ്റെ ചർച്ച ഉണ്ടായില്ല? മുനമ്പം എന്ന നെരിപ്പോടിലേക്ക് ഇവിടെ BJP കുത്തിയിരുന്ന് ഊതുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ ഊത്തുകളിൽ വെച്ചിട്ട് ആ അടുപ്പിൽ ഊതുന്ന BJPയുടെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗത്ത് CPM ഇങ്ങനെ ഇരുന്ന് ഊതി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന വൈകാരിക വർത്തമാനം ആത്മാർത്ഥമാണെങ്കിൽ ഇനിയെങ്കിലും സത്യസന്ധമായ
ആർജവത്തോടുള്ള നിലപാടുകൾ, ചർച്ചകൾ, സമവായം ഈ കേരളത്തിൽ ഉണ്ടാകണം. അതല്ലാതെ BJP മറന്നാൽ ഞങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ട് എന്ന നിഗൂഢ താല്പര്യത്തിന്റെ പേരിൽ ഇനിയും ഇതിൽ വൈകരുത് എന്ന വിനയത്തോടൊരു അഭ്യർത്ഥന CPM-ന്റെ മുമ്പിൽ ഞങ്ങൾ ഈ നിമിഷം വെക്കുകയാണ്. ഇത് പരിഹരിക്കാൻ ഹൃദയം തുറന്ന ചർച്ചകൾ ഉണ്ടാവണം. അത് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ്. ഞങ്ങളുടെ ഭാഗം ഞങ്ങളിതാ വ്യക്തമായി പറയുന്നു. ശ്രീ KP നൗഷാദ്, ഇന്നിപ്പോ കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞൊരു കാര്യം, മുനമ്പം ഇനി രാജ്യത്തെവിടെയും ആവർത്തിക്കില്ല എന്ന് കൂടിയാണ്. പ്രധാനമന്ത്രി രാജ്യമെമ്പാടും BJP രാജ്യമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇനി എവിടെയും ഈ പറയുന്ന ഇതൊരു ഭൂമി കൊള്ളയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എവിടെയും ഒരു മുനമ്പം ആവർത്തിക്കില്ല എന്ന ഒരു കാര്യം കൂടി ഒരു രാഷ്ട്രീയ സന്ദേശമായി നൽകുകയാണ്. മാധു, ഇത് വ്യത്യസ്ത ഇടങ്ങളിൽ ഇതൊക്കെ ഓരോ സ്ഥലത്തിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് ഈ ഹരികൃഷ്ണൻ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് പോലെ ഓരോ ഇടത്തിന് ആനുപാതികമായിട്ട് അവർ ഓരോ വാചകങ്ങൾ പറയും. അതിപ്പോൾ കേരളത്തിൽ മുനമ്പുമാണ് അവരുടെ വിഷയം. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അവിടുത്തെ ജനങ്ങളെ എങ്ങനെ പരസ്പരം അകറ്റാം, മുസ്ലിം വിഭാഗത്തെ എങ്ങനെ അവരുടെ ശത്രുവാക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ അവർ വ്യത്യസ്ത രീതിയിൽ നടത്തി പ്രസ്താവനകൾ ഇറക്കുകയാണ്. അതാണ് അവരുടെ പതിവ്. ഞാനിവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സെക്ഷൻ 2A കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒരു കാരണവശാലും ഈ പറഞ്ഞ മുനമ്പം ഭൂമി പെടാൻ പോകുന്നില്ല. കാരണം അത് ഞാനോ അല്ലെങ്കിൽ ശങ്കുട്ടിദാസോ ഇവിടെ ഇരുന്ന് പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ നിരവധിയായ നിയമവിശാരദന്മാർ കാര്യകാരണ സഹിതം പറഞ്ഞതിൻ്റെ ഒരുപാട് പ്രസ്താവനകളും ലേഖനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. മാതൃഭൂമി അടക്കം ഓൺലൈനിൽ ആ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മുനമ്പ നിവാസികൾ ആദ്യം പറഞ്ഞു വഖഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുല്ല് കാണിച്ച് നടത്തുമ്പോൾ അവരെ നടത്തി. ഇപ്പം ബില്ല് വന്നു, ഇപ്പം അവർ പറയുകയാണ് ഇനി ചട്ടം വരട്ടെ അപ്പം നടക്കുമെന്ന്. ഏത് കാലത്ത് എപ്പോൾ വരാനാ? അപ്പം കാലാകാലങ്ങളിലായിട്ട് ഇവരുടെ ഒരു രാഷ്ട്രീയ അടിമകളാക്കി മാറ്റാൻ, ഈ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇവർ കാണുന്നൊരു ഉപാധി മാത്രമാണിത്. ഇവർക്ക് മുനമ്പം മുന്നിൽ വെച്ചിട്ടാണ് ഇവർ നിയമമുണ്ടാക്കിയതെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞത്, ഈ ബില്ലിനകത്ത് അവരൊരു ക്ലോസ് കൊണ്ടുവരണമായിരുന്നു. കാരണം ഒരാളൊരു ഭൂമി വാങ്ങിയാൽ അതിന് ശേഷമോ മുമ്പോ വഖഫാണ് എന്നൊരു തീരുമാനം വന്നാൽ അത് അസ്ഥിരപ്പെടുത്തും എന്നൊരു ക്ലോസ് ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ഒറ്റയടിക്ക് 1 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിച്ചേനെ. അവരതിന് പകരം അതൊന്നും കൊണ്ടുവരാതെ മുനമ്പ് അവർക്കൊരു കൺസേണേ അല്ല മാധു. എന്ത് മുനമ്പം, ഏത് മുനമ്പം? BJP ഈ രാജ്യം മുഴുവൻ വെട്ടി വിറ്റ് തുലക്കുക അല്ലെങ്കിൽ പോക്കറ്റിലാക്കി കൊണ്ട് നടക്കുക എന്നുള്ള അജണ്ടയുമായിട്ട് പോകുന്ന ആളുകൾക്ക് മുനമ്പം ഒരു വിഷയമല്ല. അവരുടെ വാണിജ്യ താല്പര്യങ്ങളും ഞാൻ പറഞ്ഞു. പിന്നെ അവരുടെ മതകീയ താല്പര്യങ്ങളാണ്, ധ്രുവീകരണ താല്പര്യങ്ങളാണ്. ഇവിടെ നേരത്തെ മുർഷിദാബാദിലെ കലാപത്തെക്കുറിച്ച് പറഞ്ഞു. ആ കലാപത്തെക്കുറിച്ച് പശ്ചിമ ബംഗാൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ ഞെട്ടിക്കുന്ന ചില രേഖാമൂലമുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല. അവർ പറയുന്നത് ഈ കലാപത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ചില ഏജൻസികളുമാണ് എന്നാണ്. ഇതിൽ പരം ഒരു കോൺട്രവേഴ്സി രാജ്യത്ത് വേറെ ഉണ്ടാവാനുണ്ടോ? അപ്പം അത്തരത്തിൽ ഇത് ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന മട്ടിൽ രാജ്യം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഗെയിം മാത്രമാണ്. അവർക്ക് മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളുമായിട്ടും ബന്ധമില്ല, ഇമോഷനുമായിട്ട് അവർക്ക് യാതൊരുവിധ അടുപ്പവും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിശ്ചയിച്ചുറപ്പിച്ച അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന ദുരൂഹമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്ന ആളുകളാണ്. മുനമ്പം എന്ന സ്ഥലപ്പേരു തന്നെയാണ് എങ്കിലും ഒരു നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ അത് രാജ്യമെമ്പാടും ബാധകമായ ഒന്നായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടൊരു നിയമനിർമ്മാണം സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അത് സങ്കുചിതമായ താല്പര്യമായി മാറും എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന നിയമവിദഗ്ധർ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. മുനമ്പത്ത് ചട്ടരൂപീകരണവും അതിനുശേഷമുള്ള നടപടികളും അതിനുശേഷമുള്ള ഡയറക്ഷൻ ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ മാത്രമാണ് ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിൽ അവർക്ക് പ്രതീക്ഷയുള്ളത്. പക്ഷേ അത് നിപ്പിൽ സാധ്യമാകുന്നതല്ല എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ സമരം അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്തത്. പരമാവധി ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ മുനമ്പത്തിന് പരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷ.